2014 മെയ് മാസത്തിന് ശേഷം എന്ത് മാജിക്കാണ് സംഭവിച്ചത്? യെസ്, ഭരണം മാറി. മണ്ണിന്റെ മണമുള്ള ഇന്ത്യയെ ഉത്തരോത്തരം ഉന്നതിയിലെത്തിക്കാൻ ആഗ്രഹിച്ച ഒരു ഹിന്ദുസ്ഥാനിലൂടെ സംഭവിച്ച മാജിക്. ബ്രഹ്മോസ് സജ്ജീകരിച്ച ഇന്ത്യയുടെ സ്റ്റെൽത്ത് യുദ്ധക്കപ്പലുകൾ ആഗോള വിപണിയിലേക്ക് എത്തിക്കാൻ ഇന്ത്യ എന്ന വാർത്തയെ തുടർന്ന് ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് സർക്കാരിന്, സർവോപരി അക്കാലത്ത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായ ശ്രീ എ കെ ആന്റണിക്ക് ഒരു തുറന്ന കത്ത്. ഇത് ഭാസ്കരൻ നായർ അജയൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പാണ്. അദ്ദേഹം വളരെ വ്യക്തമായി കുറേ കാര്യങ്ങൾ എ കെ ആന്റണിയോട് പറയുന്നു, ചോദിക്കുന്നു. അവസാനം അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ പ്രതിരോധ മന്ത്രിയാകാൻ അങ്ങേക്ക് ആഗ്രഹം തോന്നുന്നില്ലേ? തുറന്നു പറയൂ എന്ന്. എന്തായാലും ഞാൻ ആ പോസ്റ്റ്, അദ്ദേഹത്തിന്റെ വാക്കുകൾ അതേപടി വായിക്കാം. നരേന്ദ്രമോദിയിലൂടെ ഭാരതം കണ്ട ഭാരതത്തിന്റെ പ്രതിരോധ രംഗത്തെ വളർച്ച അത് അതിനു മുമ്പുള്ള ഒരു പ്രതിരോധ മന്ത്രിക്കും അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിനും നേടിയെടുക്കാൻ സാധിക്കാത്തതായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന വളരെ കൃത്യമായ ഒരു കുറിപ്പ് ഞാൻ വായിക്കാം. പ്രിയപ്പെട്ട എ കെ ആന്റണി സാർ, കണ്ണു തുറന്ന് കാണൂ. ഇന്ത്യ ചൈന അതിർത്തിയിൽ റോഡ് റെയിൽ നിർമ്മിക്കാൻ 5 പൈസയില്ല എന്ന് അങ്ങ് 2012 പാർലമെന്റിൽ പറഞ്ഞത് ഇന്നും പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ്. 2014 മെയ് മാസത്തിന് ശേഷം എന്ത് മാജിക്കാണ് സംഭവിച്ചത്? യെസ്, ഭരണം മാറി. മണ്ണിന്റെ മണമുള്ള ഇന്ത്യയെ ഉത്തരോത്തരം ഉന്നതിയിൽ എത്തിക്കാൻ ആഗ്രഹിച്ച ഒരു ഹിന്ദുസ്ഥാനിയെ ഭരണമേൽപ്പിച്ചു. അദ്ദേഹം ഭാരത് മാതാ കി ജയ്, വന്ദേ മാതരം, ജയ് ശ്രീറാം എന്ന് വിളിച്ച് ഭഗവയെ തൊട്ട് നമസ്കരിച്ചു ഭരണം തുടങ്ങി. ഇന്ന് ഇന്ത്യ ലോക റാങ്കിങ്ങിൽ 3ാം സ്ഥാനമാണെന്നാണ് സായിപ്പന്മാർ പറയുന്നത്. എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് അതൊന്നുമല്ല. അങ്ങ് രാഹുൽജിയെ കാണുമ്പോൾ മേക്ക് ഇൻ ഇന്ത്യ വൻ വിജയമായല്ലോ, ഇനിയെങ്കിലും മസിൽ പിടുത്തം വിട്ടിട്ട് ഭാരതത്തിന്റെ ഉയർച്ചയ്ക്കായി പണിയെടുക്കാൻ പറയണം. അന്ന് കരഞ്ഞു വിളിച്ച് നടന്ന ഇന്ത്യ അല്ല സാർ ഇന്നത്തെ മോദിജിയുടെ ഇന്ത്യ. അന്ന് നമ്മൾ യൂറോപ്യന്മാർ ഉപയോഗിച്ചിട്ട് കളഞ്ഞ സാധനങ്ങൾ വൻ വിലയും പിന്നെ നെഹ്റു കുടുംബത്തിന് കമ്മീഷനും കൊടുത്ത് പൊട്ടാത്ത സാധനം വാങ്ങിക്കൊണ്ടിരുന്നു എങ്കിൽ ഇന്ന് എന്താണ് എന്ന് പറഞ്ഞിട്ട് ആ വാർത്തയിലേക്ക് പോവുകയാണ്. ബ്രഹ്മോസ് സജ്ജീകരിച്ച ഇന്ത്യയുടെ സ്റ്റെൽത്ത് യുദ്ധക്കപ്പലുകൾ ആഗോള വിപണിയിലേക്ക് എത്തിക്കാൻ ഇന്ത്യ. എന്ത് മനസ്സിലായി? എന്താണ് സ്റ്റെൽത്ത് എന്നല്ലേ? രഹസ്യ സാങ്കേതിക വിദ്യ എന്ന് വെച്ചാൽ ഒളിഞ്ഞുള്ള നീക്കം അല്ലെങ്കിൽ റഡാറുകളുടെ കണ്ണു വെട്ടിക്കാനുള്ള സാങ്കേതിക വിദ്യ. ശത്രുക്കളുടെ റഡാറിൽ പെടാതെ ആക്രമണം നടത്താൻ ശേഷിയുള്ള ആയുധത്തിനെയാണ് സൈന്യം സ്റ്റെൽത്ത് എന്ന് വിളിക്കുന്നത്. 1450 ടൺ ഭാരമുള്ള നെക്സ്റ്റ് ജെൻ മിസൈൽ വെസലുകൾ സൗഹൃദ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ ഇന്ത്യ പദ്ധതിയിടുന്നു. ഇപ്പോൾ തന്നെ 15-ലധികം രാജ്യങ്ങൾ ക്യൂ നിൽക്കുകയാണെന്നാണ് വിവരം. 9,804 കോടി രൂപയുടെ പദ്ധതി പ്രകാരം കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ് ഇവ നിർമ്മിക്കുന്നത്. പ്രഹരശേഷി എത്രയാണ് എന്ന് നോക്കാം എന്ന് കുറിച്ചിട്ട് അദ്ദേഹം അത് വിശദമായി പറയുന്നുണ്ട്. ദീർഘദൂര കൃത്യതയാർന്ന ആക്രമണങ്ങൾക്കായി 8 ബ്രഹ്മോസ് മിസൈലുകൾ, വ്യോമ പ്രതിരോധത്തിനായി 24 VLS RSAM മിസൈലുകൾ, ക്ലോസ് കോമ്പാറ്റ് സംരക്ഷണത്തിനായി 76 mm ഗൺ, ടെൽത്ത് സാങ്കേതിക വിദ്യയും വേഗതയും, റഡാറുകളുടെ കണ്ണുവെട്ടിക്കാൻ ശേഷിയുള്ള കുറഞ്ഞ സിഗ്നേച്ചറോട് കൂടിയ സ്റ്റെൽത്ത് ഡിസൈൻ. ഒരു നോട്ട്സ് എന്നാൽ 1.856 കിലോമീറ്റർ, 65 km/h, ഏകദേശം 2800 നോട്ടിക്കൽ മൈൽ പരിധി. എല്ലാം 2500 ഗ്യാസ് ടർബൈൻ ഉൾപ്പെട്ട CODAG പ്രൊപ്പൽഷൻ. പ്രവർത്തന മികവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജീവനക്കാർ 80 മുതൽ 90 പേർ വരെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. കടലിൽ തുടർച്ചയായി 10 ദിവസത്തിലധികം തങ്ങാനുള്ള ശേഷി. സമുദ്ര നിയന്ത്രണം, കപ്പൽ വിരുദ്ധ യുദ്ധം, തീരദേശ പ്രതിരോധം. ആദ്യ കപ്പലിന്റെ വിതരണം അടുത്ത വർഷം, അതായത് 2027 മാർച്ചിൽ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ എന്ത് പറയുന്നു? സത്യം പറയൂ, എ കെ ആന്റണി എന്ന താങ്കൾക്ക് ശ്രീ മോദിയുടെ കീഴിൽ ഒരിക്കൽ കൂടി പ്രതിരോധ മന്ത്രി ആയിരുന്നു എങ്കിൽ എന്ന് ഇപ്പോൾ ആഗ്രഹം തോന്നുന്നില്ലേ? ഇങ്ങനെ തുറന്ന് എഴുതിയിരിക്കുകയാണ് ശ്രീ ഭാസ്കരൻ നായർ അജയൻ. അദ്ദേഹം വളരെ കൃത്യമായ വിവരങ്ങളാണ് പലപ്പോഴും ഇത്തരം പോസ്റ്റുകളിലൂടെ പങ്കുവയ്ക്കാറുള്ളത്. എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ എ കെ ആന്റണിയോട് ഇത്തരത്തിലൊരു തുറന്ന കത്തും അതുപോലെ ഒരു തുറന്ന ചോദ്യവും ചോദിച്ചത് വളരെയധികം കയ്യടി നേടുകയാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ മുൻ പ്രതിരോധ മന്ത്രിയായിരുന്ന ശ്രീ എ കെ ആന്റണിയോട് ഇത്തരത്തിലൊരു തുറന്ന കത്തും അതുപോലെ തന്നെ ഒരു തുറന്ന ചോദ്യവുമൊക്കെ ചോദിച്ചിരിക്കുന്നത് വളരെയധികം കയ്യടി നേടുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.